നമ്മളിവിടെ എത്തി. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്ന കാര്യങ്ങളും പറ്റില്ല, ക്ഷീണം കാരണം റെസ്റ്റിലാണ്. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ചോള കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ മുല്ലപ്പൂവ്, കുറച്ച് പൂക്കള കൃഷിയൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഫുൾ വീഡിയോ ഇത് അവസാനം വരുന്നത് കാണുക. അപ്പോൾ നമ്മൾ ഫുൾ വീഡിയോ കാണിച്ചു തരാം. ഇവിടെ മുല്ലപ്പൂ കൃഷിയുള്ള സ്ഥലത്താണ് വന്നിപ്പോൾ നിൽക്കണത്. ഇവിടെ കുറച്ച് പൈപ്പൊക്കെ നമ്മൾ ഇട്ടിക്കണം. അപ്പോൾ ഒരു 15 സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു മുല്ലപ്പൂ കൃഷി ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. മുല്ലപ്പൂ മാത്രമല്ല വേറെയും കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ആ സൈഡിലായിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ അച്ഛമ്മ ഇവിടെ രാവിലെ തന്നെ മറ്റേ മുല്ലപ്പൂവിൻ്റെ മുട്ടൊക്കെ പറിച്ചിട്ട് ഇതാക്കുന്നുണ്ട്. കാരണം ഒരു ദിവസം മുന്നേ തന്നെ പറിച്ചാലാണ് പിറ്റേ ദിവസത്തേക്ക് അത് കറക്റ്റായി വരികയുള്ളൂ. അപ്പോൾ അതിപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മുല്ലപ്പൂ കൃഷിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതിനപ്പുറത്താണ് അടുത്ത പൂക്കളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം വീഡിയോ തന്നെ. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് റൗണ്ടാക്കി ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ഇവിടെ മുല്ലപ്പൂ കൃഷിയായിട്ട് ഇത് വെച്ച് വെച്ചിരിക്കുന്നത്. ഓരോ ലൈനായിട്ടാണ് വേണ്ടി കറക്റ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ അടുത്ത പൂക്കളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇനി പോകണം അടുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുത്തൊരു മുല്ലപ്പൂ കൃഷി. ഇതവിടുത്തെ മുല്ലപ്പൂവിൻ്റെ മുട്ടതാണ്. ഇത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മുല്ലപ്പൂവിൻ്റെ മുട്ട ഞാൻ കൈ പിടിച്ചിരിക്കുകയാണ്. വേറെ കരുതണ്ട, ഞാൻ പറിച്ചൊന്നുമല്ല. ഇതാണ് ഇവിടുത്തെ മുല്ലപ്പൂ. അപ്പോൾ നമുക്ക് അടുത്ത പൂക്കളും കാര്യങ്ങളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പൂന്തോട്ടം കാര്യങ്ങളും. അലരിപ്പൂവുണ്ട്, നമ്പ്യാർവട്ടമുണ്ട്. നിങ്ങൾക്ക് അറിയണ്ടാവും ഈ പൂവൊക്കെ. നമ്മൾ ഓണത്തിനൊക്കെ ഇടാനുള്ള സാധനം തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് മൊത്തം കാണിച്ചു തരാം. ഇത് കുറച്ച് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് എടുക്കുന്നത്. എല്ലാത്തവർക്കും കാണണ്ടെന്നല്ല. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ കുടുംബക്കാരെ വീടിൻ്റെ ഉള്ള തന്നെയാണ് സംഭവം. അപ്പോൾ ഈ പൂന്തോട്ടത്തിൻ്റെ ഒക്കെ ഒരു ബാക്ക് വശമായിട്ട് ഈ ഒരു ലൈനാണ് വരുന്നത്. അലരിപ്പൂവിൻ്റെ ഏറ്റവും ബാക്ക് വശമാണത്. ഇതിനപ്പുറത്തേക്ക് ഇങ്ങനെ പൂവും കാര്യങ്ങളൊന്നും ഇല്ല, കൃഷിയൊന്നുമില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ അവസാന ഭാഗമായിട്ട് വരുന്നത്. കണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഓണത്തിൻ്റെ തന്നെ സാധനം തന്നെ. അപ്പോൾ ഇതൊരു വിറ്റ് പൈസ ഉണ്ടാക്കും. നമ്മളവിടെ പോലത്തെ അല്ല. ഇവിടെ ഇങ്ങനത്തെയൊക്കെ ചെയ്തിട്ട് ഒരു പൈസ ഉണ്ടാക്കണേ. ഇവിടെ അലറിപ്പൂവിന് വരുന്നത് ഒരു 300-400 രൂപയ്ക്ക് ഒരു കിലോന്. പിന്നെ മുല്ലപ്പൂവിനൊക്കെ വരുന്നത് സീസണിൽ 5000 റുപ്യനൊക്കെ വേണ്ടി പറയണത്. അപ്പോൾ അതങ്ങനെ തന്നെയാവും. തമിഴ്നാടല്ലേ, ഇവിടെ കുറേ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ വേണ്ടിയിട്ടാവും ഇങ്ങനെ ഇത്ര റേറ്റൊക്കെ ഉണ്ട്. നമ്മളോട് അങ്ങനെ തന്നെ ആവും, അറിയില്ല കേട്ടോ. ഓണത്തിൻ്റെയൊക്കെ വരല്ലേ പൂക്കൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പൂവിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാവിലെ തന്നെ എടുത്തുകൊണ്ടോ അറിയില്ല. അത്യാവശ്യം കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു വീടും പിന്നെ കുറേ സ്ഥലമാണ് ഈ ഭാഗത്ത്. അപ്പോൾ ഇവിടെ നിശി ഇവിടെ രാവിലെ തന്നെ വന്നിട്ട് ഇവിടെ ഈ പൂവൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്നിട്ടുള്ളൂ, ഞങ്ങളിപ്പോൾ തന്നെ വന്നിരിക്കണ്. അപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോടത്തെ ഒരു കുട്ടിയാണ്. നമുക്ക് പേടിയൊക്കെ ചെറുതായിട്ട്, കാരണം ആദ്യമായിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പേടിയൊക്കെ ഉണ്ട്. പക്ഷെ നല്ല ഇണക്കാട്ടോ. അപ്പോൾ വന്നത് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. ഫസ്റ്റൊന്ന് പേടിച്ചു, പിന്നെ പാവാൻ മനസ്സിലായി. വേറെ ആളോട് ഉണ്ട് ഇതേപോലെ തന്നെ, അത് കുറച്ച് ചെറുതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇപ്പം ഇവിടെ വൈഷ്ണവട്ട് അറിയില്ല, എനിക്ക് എല്ലാവർക്കും വൈഷ്ണവനെ അറിയണ്ടാവും. പിന്നെ ഇവനും ഇപ്പോഴുള്ള തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട ഫാം ഉണ്ട്, കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇതിൽ വെച്ച് എൻഡ് ചെയ്യാണ്.